ഇത് ഈ ഒരു സ്റ്റോറിയുടെ 4-ാം ഭാഗമാണ്. ബാക്കിയുള്ള ഭാഗങ്ങൾ കേട്ടിട്ടില്ലാത്തവർ കേൾക്കാൻ ശ്രമിക്കുക. ആ ഒരു മുറിയിൽ ഞാനും അവളും പരസ്പരം നോക്കി നിന്നു. ഒന്നും പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തോന്നിയില്ല. ചില സമയങ്ങളിൽ സാഹചര്യമാണെങ്കിൽ പോലും നമ്മളോട് അടുത്ത് നിൽക്കുന്ന ഒരാളെ പിരിയാൻ നമുക്കൊരുപാട് പ്രയാസമായിരിക്കും. അവൾ എൻ്റെ അരികിലേക്ക് കുറച്ചുകൂടി അടുത്തു. ആ ഒരു സമയം ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇരു കൈകൾ കൊണ്ടും എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചു. പെട്ടെന്നൊരു പെൺകുട്ടി എന്നെ അതേപോലെ ഒന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ എൻ്റെ നെഞ്ചിടിപ്പിന്റെ താളം കൂടി. ആ ഒരു നിമിഷം തന്നെ എൻ്റെ നെഞ്ചിടിപ്പിന്റെ താളം അവൾക്ക് കേൾക്കാമായിരുന്നു. ഞങ്ങളെ ഒരുമിപ്പിച്ചത് മനസ്സാണ്, ഒരിക്കലും പിരിയാൻ കഴിയില്ല എന്ന് തോന്നിപ്പിച്ച മനസ്സ്. അവൾ പെട്ടെന്ന് ഒരു സ്വപ്നത്തിൽ നിന്നുണരുന്നത് പോലെ എൻ്റെ നെഞ്ചിൽ ചായച്ച മുഖം ഉയർത്തി നിറകണ്ണുകളോടെ എന്നെ നോക്കി. പെട്ടെന്നവൾ ഒന്ന് മൗനമായി നിന്നിട്ട് പറഞ്ഞു, ഇനി നമ്മൾ തമ്മിൽ അധികം സംസാരവും അടുപ്പമൊന്നും വേണ്ട. അതെന്താ ഇപ്പൊ അങ്ങനെ പറഞ്ഞ്? ഒന്നുമില്ല, തമ്മിൽ അടുപ്പവും സംസാരം കൂടുമ്പോഴാണല്ലോ പിന്നീട് പിരിയാൻ പറ്റാത്തൊരവസ്ഥ വരുന്നത്. അവൾ പറയുന്നതിലും എന്തോ കാര്യമുള്ളതുപോലെ എനിക്ക് തോന്നി. ഒരാളോട് നമ്മൾ കൂടുതൽ അടുത്ത് തുടങ്ങിയാൽ ആ ഒരാളുടെ നിഴൽ പോലും നമുക്കൊരു ഹരമായിട്ട് തോന്നും. ഞാൻ കണ്ണുകൾ അടച്ചുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ അവളുടെ ആ തുറന്ന മനസ്സിനെ സ്വാഗതം ചെയ്തു. അന്നത്തെ ആ ദിവസം മുതൽ എല്ലാവരുടെയും മുന്നിൽ നിന്നുള്ള സ്നേഹവും പ്രകടനങ്ങളും എല്ലാം ഒഴിച്ച് തമ്മിൽ ഒരിക്കൽ പോലും ഒന്ന് മുഖം കൊടുക്കാതെയായി. ചിലപ്പോൾ അകന്നു നിൽക്കുമ്പോൾ മനസ്സ് വല്ലാണ്ട് ആകർഷിക്കുന്നുണ്ടാകാം, ഒന്ന് അടുക്കാൻ, ഒന്ന് മിണ്ടാൻ, ഒന്ന് സംസാരിക്കാൻ. പക്ഷേ അതിന് കഴിയില്ല എന്ന് തോന്നുമ്പോൾ അതിന് വല്ലാത്തൊരു വിഷമമാണ്. ദിവസം 3 കഴിഞ്ഞു, ഇനി 2 ദിവസങ്ങൾ കൂടി ബാക്കിയുള്ളൂ. എനിക്കെന്തോ നഷ്ടപ്പെടാൻ പോകുന്ന പോലെ എന്നൊരു തോന്നൽ. ഒന്നും സംസാരിച്ചില്ലെങ്കിലും അവൾ അടുത്തുണ്ടെങ്കിൽ എൻ്റെ മനസ്സിനെ വല്ലാണ്ട് സന്തോഷിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇന്നില്ലത്തെ വിശേഷ ദിവസമാണ്. വർഷത്തിലൊരിക്കൽ മാത്രം വരുന്ന ഒരു കൂട്ടുകുടുംബ മഹോത്സവം. രാവിലെ തന്നെ പതിവിലും കൂടുതൽ ആൾക്കാർ എത്തിയിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം രാവിലെ ഉറക്കമുണർന്നപ്പോൾ ഞാൻ താഴേക്ക് നോക്കിയത് അവളെയാണ്. രാത്രിയിൽ എപ്പോഴാണെങ്കിലും ഞാൻ ഉറങ്ങിക്കഴിഞ്ഞായിരിക്കും അവൾ വരിക. രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഇല്ലത്തെ അടുക്കളയിലും മറ്റ് സഹായത്തിനുമായി അവൾ അവിടേക്ക് പോകും. ഇപ്പൊ തമ്മിൽ സംസാരിക്കുന്നത് പോയിട്ട് ഒന്ന് കാണുക പോലും ചെയ്യുന്നില്ല. ഒരുപക്ഷെ മനുഷ്യ മനസ്സ് അതുപോലെയാണല്ലോ ദൈവം സൃഷ്ടിച്ചേക്കുന്നത്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മളെ അവഗണിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വീണ്ടും വീണ്ടും അയാളോട് അടുത്തുകൊണ്ടേയിരിക്കും. ഞാൻ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി അലമാരയിൽ മടക്കി വെച്ചിരുന്ന ഒരു മുണ്ടും ഷർട്ടും ഉടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി. അവിടെ അപ്പോഴേക്കും വണ്ടിയും ആൾക്കാരും ബഹളവും എല്ലാം കൂടി തന്നെ ഒരു മേളം തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു തിരക്കിലും എൻ്റെ കണ്ണുകൾ തേടി അലഞ്ഞത് അവളെയായിരുന്നു. ഒരു കൂട്ടം ആൾക്കാർക്കിടയിൽ ഒരു ചുവന്ന സാരി ഉടുത്ത് മുല്ലപ്പൂ ചൂടി നെറ്റിൽ സിന്ദൂരം അണിഞ്ഞ് സുന്ദരിയായി നിൽക്കുന്ന അവളെ ഞാൻ ദൂരെ നിന്നും കണ്ടു. എൻ്റെ ഭാര്യയെ ഒന്ന് അടുത്ത് ചെല്ലണമെന്നും സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ എൻ്റെ ഭർത്താവെന്ന പട്ടം ഇനി 2 ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. ഉറച്ച മനസ്സാണ് അവളുടേത്. ചിലപ്പോൾ ചില തീരുമാനങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പെട്ടെന്ന് എൻ്റെ കണ്ണുകൾ ആ ഒരു ആൾക്കൂട്ടത്തിൽ നിന്നും അവളെ മാത്രം നോക്കി നിന്നു. ഒരുപക്ഷെ സ്വന്തം ഭാര്യയൊന്നും അടുത്ത് കിട്ടാതെ അകലിൽ നിന്നും വായി നോക്കുന്ന ഒരു ഭർത്താവ് ഞാൻ മാത്രമേ കാണത്തുള്ളൂ. പെട്ടെന്ന് ഞാൻ തുടർച്ചയായി നോക്കുമ്പോൾ അവളും എന്നെ കൂടെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വായി നോക്കുമ്പോഴുള്ള ഒരു പ്രത്യേക സുഖം ഞാൻ അറിയാൻ തുടങ്ങി. അതും സ്വന്തം ഭാര്യ വായി നോക്കുന്നതുകൊണ്ട് എവിടെയും അടി കിട്ടാനൊന്നും പോകുന്നില്ലല്ലോ. അവൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നുമുണ്ട്, ഞാൻ നോക്കുന്ന സമയത്ത് അവൾ എന്നെ നോക്കുന്നുമുണ്ട്. കുറച്ചു സമയം ഞങ്ങളുടെ 2 പേരുടെയും കണ്ണുകൾ ദൂരെ നിന്നും ചലനമില്ലാതെ പരസ്പരം നോക്കി അങ്ങനെ നിന്നു. കണ്ണിലെ കൃഷ്ണമണികൾ ചലനമില്ലാതെ നിൽക്കുന്ന സമയത്ത് പ്രകൃതി പോലും പ്രണയമായി മാറാറുണ്ട്. ഏതാണ്ട് എൻ്റെ അവസ്ഥ അതുപോലെയൊക്കെ തന്നെയായിരുന്നു. എൻ്റെ വായ്നോട്ടം തുടർച്ചയായി നിർത്താതെയായപ്പോൾ ഞങ്ങൾ 2 പേരുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വീണു. ശരീരത്ത് പെട്ടെന്നൊരു ഹാപ്പിനെസ് ഹോർമോൺ പ്രവർത്തിച്ചു തുടങ്ങിയതുപോലെ. ആ ഒരു സമയം എൻ്റെ ചുറ്റും ആരാണ് നിൽക്കുന്നതെന്നോ സംസാരിക്കുന്നതോ പോലും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു കൂട്ടം ആളുകൾക്കിടയിൽ നിൽക്കുന്ന അവളെ മാത്രം ഞാനങ്ങനെ നോക്കി നിന്നു. അവളും അതേപോലെ നോക്കി നിൽക്കുമ്പോൾ എൻ്റെ തൊട്ടരികിൽ ഒരു ശബ്ദം. എന്താണ് ചേട്ടാ, കല്യാണം കഴിഞ്ഞിട്ടും റൊമാൻസ് ആണോ? അത് ഗൗരിയായിരുന്നു, ഇല്ലത്തമ്മയുടെ കൊച്ചുമക്കളിൽ ഏറ്റവും മൂത്തവൾ. ഇപ്പോൾ +1 പഠിക്കുന്നു. ഞാൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. ആ ഒരു സമയം താര എന്തോ ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു. ചേട്ടാ, ചേച്ചി എന്തോ പറയുന്നുണ്ട്. ഞാൻ അവിടേക്ക് നോക്കുന്നതും എന്നോട് അവൾ ഭക്ഷണം കഴിച്ചു എന്ന് ചോദിക്കുകയായിരുന്നു. എൻ്റെ കണ്ണുകൾ ചിമ്മി ഇല്ല എന്ന് ഞാൻ മറുപടി പറഞ്ഞു. എനിക്ക് അവളുടെ അരികിൽ പോകണമെന്നുണ്ട്. പക്ഷേ ചുറ്റും സ്ത്രീകളുടെ ഒരു കവചം ഉണ്ടായതുകൊണ്ട് തന്നെ ഗൗരിയെ കൊണ്ടൊരു ചെറിയ പേപ്പറും പേനയും എടുപ്പിച്ചു. എന്നിട്ട് എനിക്കൊന്ന് സംസാരിക്കണം എന്നെഴുതി അവളുടെ കൈ കൊടുത്തോട്ടു. താര ആ പേപ്പർ വാങ്ങിച്ച് വായിക്കുമ്പോഴുള്ള ആ ഒരു മുഖഭാവം ഞാനങ്ങനെ നോക്കി നിന്നു.
എന്റെ ആകാംക്ഷയുടെ ചൂട് ഏകദേശം ഒരു 110 ഡിഗ്രി കഴിഞ്ഞിരുന്നു. താര ആ പേപ്പർ വാങ്ങിച്ച് തൊട്ട് താഴെയായിട്ട് എന്തോ എഴുതുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എഴുതി കിട്ടിയ പേപ്പർ വാങ്ങിച്ചുകൊണ്ടുവരുന്ന ഗൗരിയും താരയും മാറി മാറി ഞാനങ്ങനെ നോക്കി നിന്നു. അവൾ ആ കത്ത് കൊണ്ടുവരുമ്പോൾ അത് വായിക്കാൻ ഞാൻ ആകാംക്ഷയോടെ കാത്തുനിന്നു. അവൾ എന്തായിരിക്കും അതിൽ എഴുതിയത്? ഒരുപക്ഷെ ഇനി പറ്റില്ല എന്നാണോ? അങ്ങനെയുള്ള ചിന്തകളെല്ലാം എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഗൗരി പേപ്പർ എന്റെ കയ്യിൽ കൊണ്ടു തന്നതും പെട്ടെന്ന് തന്നെ ഞാനടുത്ത് വായിച്ചു നോക്കി. എന്താ ഇപ്പം ഇങ്ങനെ തോന്നൽ എന്നായിരുന്നു അതിൽ എഴുതിയത്. അതിനെന്ത് മറുപടി കൊടുക്കണം എന്ന് ഞാൻ ആലോചിച്ചു. എന്നിട്ട് അതിൽ ഇങ്ങനെ എഴുതി: സാന്നിധ്യം കൈവിട്ടപ്പോൾ മനസ്സിലൊരു മിസ്സിങ് പോലെ, അപ്പോൾ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. ഞാൻ എഴുതി ഗൗരിയുടെ കൈ കൊടുക്കുമ്പോൾ അവൾ എന്നെ ഒന്ന് തുറച്ചു നോക്കി. ഡാ, ചേട്ടന്റെ ചക്കരമോളല്ലേ, ഇത് കൊണ്ടുപോയി ചേച്ചിക്ക് കൊടുത്തിട്ട് വാ പ്ലീസ് എന്ന് പറഞ്ഞ് ഞാൻ അവളെ അങ്ങോട്ടേക്ക് ഓടിച്ചു. പേപ്പർ കൈ കിട്ടിയതും അത് വായിക്കുമ്പോൾ താരയുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ആ ഒരു സമയം തന്നെ അവൾ ഗൗരിയുമായി പതുക്കെ അവിടെ നിന്നും എൻ്റെ അടുത്തേക്ക് വന്നു. അവൾ എൻ്റെ അരികിലേക്ക് വന്നു നിന്നപ്പോഴേക്കും അതുവരെ എന്നിൽ നിന്ന് നഷ്ടമായത് എന്തൊക്കെയോ തിരികെ കിട്ടിയതുപോലെ ഒരു തോന്നൽ. ആ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും എൻ്റെ കൈകൾ അവളുടെ കയ്യിൽ സ്പർശിച്ചു. ശേഷം ഞാൻ അവളുടെ കൈകൾ മുറുകെ പിടിച്ചു. ആ ഒരു നിമിഷം അവൾ കുറച്ചുകൂടി എന്നിലേക്ക് ചേർന്ന് നിന്നപ്പോൾ അതുവരെ കിട്ടാത്തൊരു കോൺഫിഡൻസ്. ഞാൻ അവളുടെ കൈകൾ പിടിച്ച് പാചകപ്പുരയിലേക്ക് നടന്നു. അവിടേക്ക് ചെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കുമുള്ള പ്രഭാത ഭക്ഷണം കയ്യിലെടുത്ത് ഒന്ന് അവൾക്കും പിന്നെ ഒന്ന് ഞാനും എടുത്ത് കഴിച്ചു. ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങളൊന്നും സംസാരിച്ചിരുന്നില്ല. കല്യാണം കഴിഞ്ഞ ദിവസം മാത്രമായിരുന്നു ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചത്. അവൾ അടുത്ത് വന്നപ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞിരുന്നു. എൻ്റെ വിശപ്പ് തീരെയില്ലാത്തതുപോലെ ഒരു തോന്നൽ. എൻ്റെ പാത്രത്തിലെ ഒരു ഇഡലി എടുത്ത് അവളുടെ പാത്രത്തിൽ വെച്ചു കൊടുത്തു. അവൾ ഭക്ഷണം കുറച്ച് കഴിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ എനിക്ക് തിരിച്ചെടുത്ത് തന്നു. ഞാൻ ആ ഒരു ഇഡലി 2 കഷ്ണങ്ങളാക്കി അത് സാമ്പാറിൽ മിക്സ് ചെയ്ത് അവളുടെ വായിലേക്ക് വെച്ച് നീട്ടി. ഒരു പുഞ്ചിരിയോടെ അവൾ അത് കഴിച്ചു. ശേഷം ഞാൻ ചുറ്റും നോക്കി. ഇല്ലമ്മ തൊട്ടടുത്ത് തന്നെ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ആ സമയത്തെ പരിസരബോധമില്ലാത്ത പ്രണയം കണ്ടാൽ അത് കണ്ടു നിൽക്കുന്നവരുടെ മുഖത്തും ഒരു പുഞ്ചിരി വരും. അപ്പോൾ തന്നെ ഇല്ലമ്മ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് തമിഴിൽ എന്തോ ചോദിച്ചു. എന്തേലും വേണോ കുട്ടികളെ എന്നായിരുന്നു അതിന്റെ മീനിങ്. ഒന്നും വേണ്ട, വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞ് താര എഴുന്നേറ്റു, കൂടെ ഞാനും. ഞങ്ങൾ എഴുന്നേൽക്കുമ്പോഴാണ് താരയോട് ഇല്ലമ്മ ഒരു വിളക്കിന്റെ കാര്യം പറയുന്നത്. ഇല്ലത്തെ അമ്പലത്തിൽ ഒരു താലപ്പൊലി വിളക്ക്, അത് 3 മണിക്കുണ്ട്, അതവൾ എടുക്കണേന്ന് മാത്രം പറഞ്ഞു. ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ താര റെഡിയാവാനായി മുറിയിലേക്ക് പോയി. ഞാൻ ആ ജനാലയ്ക്കരികിൽ നിൽക്കുമ്പോൾ ആരോ ഒരാൾ എന്നെ വിളിക്കുന്ന ശബ്ദം ഞാൻ കേട്ടത്. അത് താരയായിരുന്നു. ഒന്നിങ്ങോട്ട് വരുമോ? ഞാനങ്ങോട്ട് ചെന്നതും താലപ്പൊലിക്ക് സെറ്റ് സാരി ഉടുക്കാൻ പാടുപെടുന്ന അവളെയാണ് ഞാൻ കണ്ടത്. ഈ മടക്കൊന്ന് ശരിയാക്കി തരാമോ? ഞാൻ ആ സമയം താഴെ കുത്തിയിരുന്നു. അറിയില്ല എങ്കിലും അവൾക്ക് വേണ്ടിയല്ലേ. നല്ല ആത്മാർത്ഥതയോടെ ഓരോ മടക്കും നല്ലതുപോലെ തന്നെ ചെയ്തു കൊടുത്തു. ശേഷം ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കണ്ണാടിയുടെ മുന്നിൽ അവളും അവൾക്ക് മുന്നിൽ ഞാനും. കണ്ണാടിയിൽ കൂടി നോക്കുമ്പോൾ ഞങ്ങൾ പരസ്പരം അങ്ങനെ നോക്കി നിന്നു. മേശപ്പുറത്ത് വെച്ചിരുന്ന കൺമഷിയിൽ നിന്നും കണ്ണുകൾ എഴുതുമ്പോൾ അവളുടെ കണ്ണുകൾ കൂടുതൽ മനോഹരമാകുന്നത് ഞാൻ കണ്ടു. ഇനിയൊരു പൊട്ടുകൂടി കുത്തിയാൽ ഒരു സുന്ദരി പെണ്ണായി. അവൾ ആ കുഞ്ഞു പൊട്ട് അവളുടെ നെറ്റിൽ തൊടുമ്പോൾ എന്റെ കൈകൾ പോയത് അതിന് തൊട്ടടുത്തിരുന്ന ഒരു സിന്ദൂര ചെപ്പിലേക്കാണ്. ചെപ്പിൽ നിന്നും എന്റെ വിരൽ തുമ്പിലെടുത്ത സിന്ദൂരം അവളുടെ തിരുനെറ്റിയിൽ തൊടുമ്പോൾ അവൾ എന്നൊരു ഭാര്യ സങ്കല്പത്തിന് വീണ്ടും ഒരു പുതുജീവൻ നൽകുകയായിരുന്നു. അവളുടെ ആ പെട്ടെന്നുള്ള ഞെട്ടലോടെയുള്ള നോട്ടം, ഞാനെന്തോ തെറ്റ് ചെയ്തതുപോലെ ആ ഒരു തോന്നൽ എന്റെ മനസ്സിൽ തോന്നി തുടങ്ങി. അവൾ ആ സമയം എന്നോടൊന്നും മിണ്ടാതെ പുറത്തേക്കിറങ്ങി. മുൻപ് മറ്റുള്ളവർക്ക് മുന്നിൽ അഭിനയിക്കായിരുന്ന ഞങ്ങളിപ്പോ ഞങ്ങളുടെ സ്വകാര്യതയിൽ ജീവിക്കാൻ തുടങ്ങി. ഞാൻ ആ ഒരു നിമിഷം എന്റെ കട്ടിൽ കുറച്ചു നേരം ഇരുന്നു. ഒരുപക്ഷെ അവളെ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് കഴിയുമോ എന്ന് ഞാൻ ചിന്തിച്ചു. ഒരു ജോലിയില്ല, സമ്പാദ്യമില്ല, ഇതൊന്നുമില്ലാതെ അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പോലും അവളുമായി ഒരു ജീവിതം സാധ്യമാകുമോ എന്ന് കൂടി ഞാൻ ചിന്തിച്ചു. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവൾക്ക് കൊടുക്കുന്ന പൊള്ളയായ പ്രതീക്ഷകൾ മാത്രമാണെന്ന് എനിക്ക് തോന്നി. എന്നാൽ എനിക്ക് അവളെ ഒരിക്കലും വിട്ടുകളയാനും തോന്നുന്നില്ല. ഈ ഒരു സ്റ്റോറിയുടെ നെക്സ്റ്റ് പാർട്ട് ഈ ഒരു ചാനൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സ്റ്റോറി കേട്ട എല്ലാവർക്കും നന്ദി.